കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും വന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അവസാനിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റിന് പരിഹാരം കാണാൻ UDF സർക്കാർ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. മിസ്മാനേജ്മെന്റാണ് വൈദ്യുതി മേഖലയെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്കറിയാം. ചെറിയ വിലക്ക് കർണാടകയിൽ നിന്ന് 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാൻ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റിന്റെ ജോലിയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനൊക്കെയാണ് ഒരു ദിവസത്തെ പരമാവധി സമയം വൈദ്യുതി വകുപ്പ് മന്ത്രി ഉപയോഗപ്പെടുത്തുന്നത്. അത് KPCC പ്രസിഡന്റിന്റെ പണി ഒഴിവാക്കി കേരളത്തെ പവർ കട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വൈദ്യുതി മന്ത്രി അടിയന്തരമായി ഇടപെടണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ എന്ന ന്യായമായ ആവശ്യം ജനങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം പൊതുവെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ 2 മാസം കൊണ്ട് BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ചെയ്യാവുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും അവസാനം വഖഫ് വിഷയത്തിൽ നമ്മളത് കണ്ടു. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് വഖഫ് വിഷയത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ നിയമസഭയിൽ ഞങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് പിന്തുണ നൽകി നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗും UDFും ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ വന്ദേമാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ ഈരടികളും ആലപിച്ചപ്പോഴും മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. MG സർവകലാശാലയിൽ സംഘപരിവാർ നൽകിയ ലിസ്റ്റ് വെച്ച് സെനറ്റിൽ ആളുകളെ കുത്തിക്കയറ്റിയപ്പോൾ മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. PM ശ്രീ വിഷയത്തിലും മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഇന്നലെ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരം രൂക്ഷമായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി മിനിഞ്ഞാന്ന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇനി പങ്കെടുത്തത് പോട്ടെ, നേരത്തെ വിളിച്ച യോഗമാണെന്ന് പറയാം, അതിലൊരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താൻ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാതിരുന്നതും പൊതുവെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അധികാരമാണ് വലുത് എന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും.